Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മിനിയേച്ചർ കുക്കിംഗ് ആയിട്ടാണ്. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്, കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ചോറ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ 2 കറിയാണ്. ചോറിൻ്റെ എഫേർട്ടൊക്കെ എടുത്തത് ഫിദായാണ് ഗൈസ്. ഫിദാക്ക് ഒരു ലൈക്ക് അടിച്ചു, എനിക്കും കൂടെ. പിന്നെ എൻ്റെ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഇവൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത്. പിന്നെ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് മുരിങ്ങയാണ്, നമുക്ക് കഴിച്ചു നോക്കാം. കൊള്ളാം, അടിപൊളി. മുരിങ്ങയിലയിൽ അങ്ങനെ എടുക്കാൻ മാത്രം അത്ര ഇല്ല, കാരണം കുറച്ച് ഉണ്ടാക്കിയോളൂ, ചിലപ്പോൾ പാളിപ്പോയാലോ എന്ന് പറഞ്ഞ്. എന്നാലും ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ പൊളിയാണ്. പിന്നെ കട്ടൻ ചായ ഉണ്ട്, നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫിദാൻ്റെ ഐഡിയ ആണെങ്കിലും കടുപ്പൊക്കെ ഞാനാണ് ഇട്ടത്. പിന്നെ മധുരം ഫുള്ള് കോരി ഇട്ടിട്ടുള്ളത് ഫിദായാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കഴിക്കാനായിട്ട്. എന്നെയും കൂടെ കഴിക്കണം. കഴിക്കാൻ വേണേ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗീസ്. നമ്മളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. നല്ല ഉള്ളിയും തക്കാളിയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. ഇത് നമ്മുടെ ലഞ്ചാണോ എന്ന് നിങ്ങൾ ചോദിക്കും. അല്ല, മണി നോക്കി 8 മണിയാണ്, ഡിന്നറാണ് ഗൈസ്. ഇത്ര കഴിച്ചത് മണി നമ്മളെ വയറ് നിറയില്ല, അപ്പൊ നമ്മൾ വീട്ടിലെ ചോറ് കഴിക്കും. അത് വേറെ കാര്യം. എൻ്റെ ഒരു കഴിക്കേ ഉള്ളൂ ഗേസ്. നല്ല പൊളിയാണ്. എൻ്റെ കറിക്ക് എന്ത് പറയുന്നു? ഓക്കെ, ഞാൻ ചോറ് 3ാമത്തെ പ്രാവശ്യം വേവിക്കണം. കാരണം ഫസ്റ്റ് നമ്മൾ വെച്ചപ്പോൾ അത് റൈസായിട്ട് തന്നെ വന്നു. അത് വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് നല്ല വെന്ത് കഴിഞ്ഞു എന്നൊക്കെ, അപ്പോഴത്തേക്കാണ് അറിയണം വെന്തിട്ടില്ലെന്ന്. പിന്നെ രണ്ടാമതെടുത്ത് വെച്ചപ്പോൾ അതിൽ വെള്ളം കൂടിപ്പോയി. അങ്ങനെ വീണ്ടും എടുത്ത് വെച്ച് കുറേ നേരം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ എടുക്കും. ഇത്രയും നേരം വെച്ചപ്പോഴാണ് നമുക്ക് ഇടലായിട്ട്. എന്തായാലും വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, ഇത്ര ചായ നല്ല അടിപൊളി ചായയാണ്. ഫിദാക്ക് ഒരു ലേക്കും കൂടെ. എന്തായാലും ഇന്നത്തെ ഡിന്നർ പോയി കുറച്ചേ ഉള്ളൂ, ഒരു വിഷം മാത്രമേ ഉള്ളൂ. അതും ചോറ് വയ്ക്കാനാണ് ഗസ്, പിന്നെ വേറെ ഒന്നും ചോറ് വയ്ക്കാനാണ് കിടന്ന് കഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ നമ്മൾ ചെയ്ത് ഫുൾ ഫ്ലോപ്പായി, കാരണം തീയൊന്നും ഇതായിരുന്നില്ല. പക്ഷെ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ചോറ് ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് കൂടിപ്പോയി. പിന്നെ ഉമ്മ മെഴുകുതിരി എടുത്തപ്പോഴാണ് നമ്മൾ മെഴുകുതിരിയുടെ കാര്യം അറിഞ്ഞത്. അങ്ങനെ മെഴുകുതിരി വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ മിനിയേച്ചർ കിച്ചൺ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. നമ്മൾ പ്ലാസ്റ്റിക്കിൽ വെച്ചല്ല ചെയ്തിട്ടുള്ളത്, ഇതേപോലെ സ്റ്റീലിൽ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൽ ഇട്ടുന്നേ ഉള്ളൂ, വേറെ പാത്രമില്ല. പിന്നെ ഇത് ഫുൾ ഇനി അടുത്തുനിന്ന് നാളെ രാവിലെ നമ്മൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്സ് കണ്ടിട്ട് ഫുൾ വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.